നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അവസാനം ശശി തരൂരിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളുമായി സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും അടുത്ത ബന്ധമില്ലാതിരുന്ന ശശി തരൂരിനെ പലവട്ടവും ശശി തരൂരിനെ കുറിച്ച് പല പാർട്ടികളിലേക്ക് പോകുന്നു എന്ന ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഏതാണ്ട് ഗൗരവത്തിൽ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദിയെ പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തിനൊപ്പം നിൽക്കുകയും ദേശീയതയ്ക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ശശി തരൂരിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയായിരുന്നു പാർട്ടിയിലുള്ളത്. ശശി തരൂർ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വലിയ ചർച്ചയായി കഴിഞ്ഞ കുറച്ച് നാളുകളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് BJP-യുമായി അദ്ദേഹം ചില ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ വന്ന വാർത്ത CPM-ലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് CPM-ലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഒരു പ്രത്യേക പാർട്ടിയായി രൂപീകരിക്കുന്നു, ഏതാണ്ട് 15ഓളം പേർ ശശി തരൂരിനോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ദുബായിൽ വെച്ചൊരു വ്യവസായവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ആ ചർച്ചകൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നും 6 മാസം മുമ്പാണ് താൻ യൂസഫ് അലിയെ കണ്ടത് എന്നും യൂസഫ് അലിയും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുകയും ചെയ്തു. അതോടുകൂടി വീണ്ടും ഹൈക്കമാൻഡിനെ കാണുകയും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായ അതൃപ്തി അദ്ദേഹം അറിയിച്ചു എന്നാണ് സൂചന. അദ്ദേഹം അത് നേരത്തെയും വ്യക്തമാക്കിയിരുന്നാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിയിൽ പറയും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ തീർച്ചയായും അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങളും അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും. അതായത് കോൺഗ്രസിൽ നിന്ന് താൻ വിട്ടുപോകില്ല, തന്നെ മുഖ്യമന്ത്രി മോഹമുള്ള ഒരാളായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായും അത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് എന്ന് പറയുന്നു. പാർട്ടിക്ക് വിധേയനായി തന്നെ താൻ പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആകെ ഒരു സാധ്യതയുള്ളത് BJP-യിലേക്ക് പോകാനാണ് എന്ന് ഞാനും കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. കാരണം കോൺഗ്രസിൽ നിന്നുകൊണ്ട് വലിയ ഗുണമൊന്നും ഇനി ആർക്കും, കോൺഗ്രസ്സുകാർക്ക് ആർക്കും തന്നെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്, കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ ഈ ഒരു ഭരണവും കൂടി കിട്ടുമ്പോൾ തീർച്ചയായും ആ ഭരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിലേക്കൊന്നും ഇനി എത്താനുള്ള ഒരു സാധ്യതയും അടുത്ത കാലത്തെങ്ങും കോൺഗ്രസിന് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഗുണമുണ്ടാകാനുള്ള സാധ്യതകളുമില്ല. പാർട്ടിയുടെ ഏതെങ്കിലും ഭാരവാഹിത്വത്തിൽ ഇരിക്കാമെന്നതിന് അപ്പുറത്തേക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ പാർട്ടി കാര്യമായി പരിഗണിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AICC-യുടെ ഏതെങ്കിലും വലിയ ചുമതലയിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. AICC-യുടെ വലിയ ചുമതല എന്ന് പറഞ്ഞാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ ആകേണ്ട ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം നമുക്ക് എവർക്കും അറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ UPA-ക്ക് ഭരണമില്ലാത്തത് കൊണ്ട് അതിനുള്ള സാധ്യതകളില്ല, ഭരണത്തിൽ വരാനുള്ള സാധ്യതകളുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ചില നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി മോഹമില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം കേരളത്തിൽ അങ്ങനെ വന്ന് നിന്ന് ഇവിടെ മുഖ്യമന്ത്രിയായി ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ സർവൈവ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ഇറക്കിയാൽ എത്രമാത്രം ഫലം ചെയ്യും എന്നുള്ളത് കാര്യവും നമുക്ക് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നു പാർട്ടിയിൽ നിന്ന് താൻ പോവില്ല, ശശി തരൂർ എങ്ങോട്ട് പോവില്ല, കോൺഗ്രസിന് വിധേയമായി തന്നെ പോകും എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയോടും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം CPM-ലേക്ക് പോകില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം മുങ്ങുന്ന കപ്പലിലേക്ക് പോയി ചാടാൻ ആരും തയ്യാറാവില്ല, മരണം വരിക്കാൻ ആരും തയ്യാറാവില്ല, അറിഞ്ഞുകൊണ്ട് ആരും മരണത്തിലേക്ക് പോവില്ലല്ലോ. അതായത് നമുക്കറിയാം കേരളത്തിൽ മാത്രമാണ് CPM-ന് ഭരണമുള്ളത്, ഭരണസാധ്യതയുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള 10 സീറ്റെങ്കിലും കിട്ടാൻ കഴിയുന്നതും കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അരുന്ധതി റോയ് അടക്കമുള്ളവർ കേരളത്തിൽ വളരാൻ അനുവദിക്കരുതേ BJP എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നത്. BJP വളർന്ന എല്ലാ സ്ഥലത്തും അത് പിന്നീട് വർഷങ്ങളോളം ആ പ്രതിഭാസം അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയും വലിയ തകർച്ചയൊന്നും BJP-ക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത്തരത്തിലൊരു വളർച്ച ഉണ്ടായാൽ പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ കോൺഗ്രസിനോ ഒന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളർന്നാൽ പോലും CPM-ന് പ്രശ്നമില്ല, CPM വളർന്നാൽ കോൺഗ്രസിനും പ്രശ്നമില്ല. രണ്ടുപേരും വലിയ പരാജയ ഭീതിയിലാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് നിയമത്തേക്ക് VD സതീശനെ കൂട്ടുവിളിക്കുന്ന ശിവൻകുട്ടിയെ നമ്മൾ കാണുകയാണ്. ഒറ്റയ്ക്ക് പോയി അവിടെ മത്സരിക്കാൻ ശിവൻകുട്ടിക്ക് പേടിയാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ശശി തരൂരിനെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.